നാരായണ 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 നാരായണ. പീതാംബരം കരവിരാജിതചക്രശംഖകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഭഗവാൻ കപിലൻ അമ്മയായ ദേവഹൂതിക്ക് ഉപദേശം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നെ ഇന്ദ്രിയാവേശത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. ഏതൊന്ന് അറിഞ്ഞാലാണ് എല്ലാ കുരുക്കിൽ നിന്നും ഞാൻ മുക്തയായി തീരുക, അത് എനിക്ക് ഉപദേശിച്ചു തരണം എന്നാണ് ദേവഹൂതി അപേക്ഷിച്ചത്. അപ്പോൾ ആദ്യം സത്സംഗത്തിൻ്റെ മാഹാത്മ്യം. സത്സംഗം വഴിയായിട്ട് മനസ്സിനെ എല്ലാ ദോഷങ്ങളും ദൂരീകരിക്കുക. ഈശ്വരകഥാശ്രവണ കീർത്തനങ്ങൾ വഴിയായിട്ട് മനസ്സിൽ ഭക്തി വർദ്ധിച്ചു വരിക. ഉണ്ടായ ഭക്തി കഥാശ്രവണം വഴിയായിട്ട് വീണ്ടും വർദ്ധിപ്പിച്ച് തന്നെ വരിക. ക്രമേണ ഒരാൾ നിർഭയനായി തീരും. അപ്പോൾ മനസ്സിന് നല്ല ശാന്തി അനുഭവപ്പെടും. ഇതൊക്കെയാണ് ദേവഹൂതിക്ക് ആദ്യം ഭഗവാൻ ഉപദേശിച്ചു കൊടുത്തത്. ദേവഹൂതി അപ്പോൾ ചോദിച്ചു, ഈ പ്രകൃതി എന്താണ്, പുരുഷൻ എന്താണ് എന്ന്. സാഖ്യം എന്ന ദർശനത്തിലാണ് പ്രകൃതി പുരുഷ വിവേകം വ്യക്തമാക്കിയിട്ടുള്ളത്. ആദ്യം പ്രകൃതിയുടെ ലക്ഷണം ഭഗവാൻ പറഞ്ഞു കേൾപ്പിച്ചു. ഒരു കാലത്ത് ഭഗവാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രളയകാലത്ത് ഈ പ്രകൃതി ഒട്ടാകെ ഭഗവാനിൽ ലയിച്ചിരിക്കുകയായിരുന്നു. പ്രളയത്തിൻ്റെ അവസാനത്തിൽ, അതായത് കൽപ്പത്തിൻ്റെ ആരംഭത്തിൽ ഭഗവാൻ ഒന്ന് കടാക്ഷം പൊഴിച്ചു. അതിൽ നിന്നാണ് ത്രിഗുണാത്മികയായ പ്രകൃതിയുടെ ആവിർഭാവം. സത്വം, രജസ്, തമസ് എന്നിങ്ങനെ 3 ഗുണങ്ങളാണ് പ്രകൃതിക്കുള്ളത്. അതിൽ തമോ ഗുണത്തിൽ നിന്നാണ് പഞ്ചഭൂതങ്ങൾ, ആകാശം, വായു, തേജസ്, ജലം, ഭൂമി, ഈ 5 മഹാഭൂതങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നത്. ഈ മഹാഭൂതങ്ങളുടെ തന്മാത്രകളാണ് ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്നിവ. അങ്ങനെ 10 5 മഹാഭൂതങ്ങളും അവയുടെ 5 തന്മാത്രകളും. ഇത് 10 തമോ ഗുണത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നത്. രജോ ഗുണത്തിൽ നിന്നാണ് 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും ഉണ്ടായത്. അപ്പോൾ ആകാശത്തിൻ്റെ ശബ്ദം എങ്ങനെ അറിയാം? അത് ചെവി കൊണ്ട് കേട്ടറിയാം. വായുവിൻ്റെ സ്പർശം ത്വഗിന്ദ്രിയം കൊണ്ട് തൊട്ടറിയാം. തേജസ്സിൻ്റെ രൂപം കണ്ണുകൊണ്ട് കണ്ടറിയാം. ജലത്തിൻ്റെ രസം നാവുകൊണ്ട് രുചിച്ചറിയാം. ഭൂമിയുടെ ഗന്ധം മൂക്കുകൊണ്ട് മണത്തറിയാം. അങ്ങനെ 5 തരത്തിലാണ് ഒരാൾക്ക് ഈ ബാഹ്യപ്രപഞ്ചത്തിനെ അറിയാൻ സാധിക്കുക. ആ അറിയാൻ ഉപയോഗപ്പെടുന്ന ഇന്ദ്രിയങ്ങളെയാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയാം. അങ്ങനെ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ. ഇതുകൂടാതെ 5 കർമ്മേന്ദ്രിയങ്ങളും. വാക്ക്, പാണി, പാദം, പായു, ഉപസ്ഥം ഇവയാണ് 5 കർമ്മേന്ദ്രിയങ്ങൾ. കണ്ഠം മുതൽക്ക് ചുണ്ടുവരെയുള്ള ഭാഗങ്ങളൊക്കെ ഈ വാഗിന്ദ്രിയത്തിൽപ്പെടും. നമ്മൾ സംസാരിക്കുന്നത് വാക്ക് തന്നെയാണ്, പക്ഷെ അതല്ല ഇവിടെ വാഗിന്ദ്രിയം എന്ന് പറയുമ്പോൾ. അതൊരു ഇന്ദ്രിയത്തിൻ്റെ പേരാണ്. കണ്ഠം മുതൽക്ക് ചുണ്ടുവരെയുള്ള ഈ ഭാഗങ്ങളൊക്കെ വാക് എന്ന ഇന്ദ്രിയത്തിൽപ്പെടും. ശബ്ദോച്ചാരണത്തിന് സഹായകമാണല്ലോ ഈ കണ്ഠം മുതൽക്ക് ചുണ്ടുവരെയുള്ള ഭാഗങ്ങളൊക്കെയും. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നാവ്. നാവ് സ്വാദറിയണ സമയത്ത് ജ്ഞാനേന്ദ്രിയമാണ്, അതേസമയം സംസാരിക്കുന്ന സമയത്ത് കർമ്മേന്ദ്രിയവും. അങ്ങനെ വാക്ക്, പാണി എന്ന് പറഞ്ഞാൽ കയ്യ്, കൊടുക്കുക, വാങ്ങുക, ഇതൊക്കെ കയ്യിൻ്റെ ധർമ്മം. പാദം, കാല്, നിൽക്കുക, നടക്കുക, ഇതൊക്കെ കാലിൻ്റെ ധർമ്മം. അങ്ങനെ വാക്ക്, പാണി, പാദം, പായു എന്നത് വിസർജനത്തിൻ്റെ ഇന്ദ്രിയം. ഉപസ്ഥം എന്നത് പ്രജനനത്തിൻ്റെ, ഉൽപാദനത്തിൻ്റെ ഇന്ദ്രിയം. ഇങ്ങനെ 5 കർമ്മേന്ദ്രിയങ്ങൾ. ഇപ്പോൾ 4 5 20 പിന്നെ സത്വഗുണത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നത് അന്ധഃകരണം. ഈ അന്ധഃകരണത്തിന് 4 വൃത്തിഭേദങ്ങളാണ്. ചിത്തം, അഹങ്കാരം, ബുദ്ധി, മനസ്സ് എന്നിവയ്ക്ക് പേര്. അങ്ങനെ 20 4 24. ഈ 24 പ്രകൃതിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ്. സ്വയം ജഡമാണ് ഈ 24. ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി ഇന്ദ്രിയാധിഷ്ഠാന ദേവന്മാരെ ഭഗവാൻ ഏർപ്പെടുത്തി. ഓരോ ഇന്ദ്രിയത്തിനും അധിഷ്ഠാന ദേവനുണ്ട്. കണ്ണിൻ്റെ അധിഷ്ഠാന ദേവൻ സൂര്യനാണ്. ചെവിയുടെ അധിഷ്ഠാന ദേവൻ ദിഗ്ദേവതകളാണ്. മൂക്കിൻ്റെ അധിഷ്ഠാന ദേവൻ അശ്വിദേവതകളാണ്. കയ്യിൻ്റെ അധിഷ്ഠാന ദേവൻ ഇന്ദ്രനാണ്. ഇങ്ങനെ ഓരോന്നിനും അധിഷ്ഠാന ദേവനുണ്ട്. ആ അധിഷ്ഠാന ദേവനാണ് അതാത് ഇന്ദ്രിയങ്ങളെ
പ്രവർത്തിപ്പിക്കണത്. ഇവരെല്ലാവരും ആവുന്നിടത്തോളമൊക്കെ പ്രയത്നിച്ചു നോക്കി, എന്നിട്ടും ഒരു ഇന്ദ്രിയത്തിനും പ്രവൃത്തി ഉണ്ടായില്ല. കാരണം ഇന്ദ്രിയങ്ങളെല്ലാം പ്രകൃതിയിൽ നിന്ന് ജനിച്ചതാണല്ലോ. പ്രകൃതി സ്വയം ജഡവുമാണ്. സ്വയം ജഡമായിരിക്കുന്നത് ഒരിക്കലും സ്വയം പ്രവർത്തിക്കില്ല. ഒടുക്കം ഈ ഇന്ദ്രിയാധിഷ്ഠാന ദേവന്മാരെല്ലാം ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി. സ്തുതി കേട്ട് സന്തുഷ്ടനായ ഭഗവാൻ ജഡമായ പ്രകൃതിയിലേക്ക് ഒന്ന് ആവേശിച്ചു. ഭഗവാന്റെ ചൈതന്യം ഇങ്ങോട്ട് വരണ്ട താമസം എല്ലാത്തിനും പ്രവർത്തനം ഉണ്ടായി. കണ്ണ് കാണാൻ തുടങ്ങി, ചെവി കേൾക്കാൻ തുടങ്ങി, നാവ് സംസാരിക്കാൻ തുടങ്ങി, എല്ലാ ഇന്ദ്രിയങ്ങൾക്കും പ്രവർത്തനമായി. ഇങ്ങനെ പ്രകൃതിയെ പ്രവർത്തിക്കാൻ സഹായിക്കുന്ന ആ ചൈതന്യത്തിനെയാണ് പുരുഷൻ എന്ന് പറയുക. അങ്ങനെ പ്രകൃതി പുരുഷൻ രണ്ടിനെയും വേർതിരിച്ച് ഇവിടെ പറഞ്ഞു. 25ാമത്തേതായ തത്വമാണ് പുരുഷൻ. ഈ പുരുഷന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ പ്രകൃതിക്ക് പ്രവർത്തനമുണ്ടാവുള്ളൂ. ഏതുപോലെ എന്ന് ചോദിച്ചാൽ, കറണ്ട് ഉണ്ടെങ്കിൽ ഉച്ചഭാഷിണി ഉറക്കെ ശബ്ദം കേൾപ്പിക്കും, ബൾബിട്ടുണ്ടെങ്കിൽ പ്രകാശം ഉണ്ടാവും, ഫാൻ വെച്ചിട്ടുണ്ടെങ്കിൽ കാറ്റുണ്ടാവും. എപ്പോൾ കറണ്ട് പോകണു അപ്പോൾ ഈ ഉപകരണങ്ങളെല്ലാം നിർജീവങ്ങളായി തീരുന്നു. എപ്പോൾ കറണ്ട് വരണു ഈ ഉപകരണങ്ങളൊക്കെ പ്രവർത്തിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഇതുപോലെ ഇപ്പോൾ നമ്മുടെ കണ്ണ്, ചെവി, മൂക്ക്, ഈ ഇന്ദ്രിയങ്ങളെല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. എന്തുകൊണ്ട്? ഒരു ചൈതന്യം ഈ ശരീരത്തിലുണ്ട്. ഈ ചൈതന്യത്തിൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് കണ്ണ് കാണുന്നു, ചെവി കേൾക്കുന്നു, നാവ് സംസാരിക്കുന്നു, കാല് നടക്കുന്നു. ഒരു ദിവസം ഈ ചൈതന്യം ഈ ശരീരം വിട്ടു പോകുന്നുള്ള കാര്യം ഉറപ്പാണ്. അത് കഴിഞ്ഞാലോ കയ്യും കാലും കണ്ണും മൂക്കും ഒക്കെ പിന്നെയും ബാക്കിയുണ്ടാവും. പക്ഷെ ഒന്നിനും പ്രവർത്തനം ഉണ്ടാവില്ല. പുരുഷന്റെ സാന്നിധ്യം വേണം. പുരുഷൻ എന്ന് പറഞ്ഞത് ഇവിടെ ചൈതന്യം, ഈ 25ാമത്തേതായ തത്വം പുരുഷൻ. ആ പുരുഷന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ പ്രകൃതിക്ക് പ്രവർത്തനമുണ്ടാവും. എന്നാൽ പുരുഷനാണോ പ്രവർത്തിക്കുന്നത്, ചൈതന്യമാണോ പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ അല്ല. കരണ്ടാണോ കാറ്റ് തരണത്? കരണ്ടാണോ ഉറക്ക ശബ്ദം ഉണ്ടാക്കണത്? അതല്ല. കരണ്ടുണ്ട്, ഉച്ചഭാഷണം വെച്ചിട്ടുണ്ടെങ്കിൽ ഉറക്ക ശബ്ദം കേൾക്കുമോ? ഇല്ല. കരണ്ടുണ്ട്, ഫാൻ വെച്ചിട്ടില്ല വെച്ചാൽ കാറ്റ് കിട്ടുമോ? ഇല്ല. അപ്പോൾ കാറ്റ് ഉണ്ടാക്കുന്നത് ഫാനാണ്, ഉച്ചത്തിൽ ശബ്ദിക്കുന്നത് ഉച്ചഭാഷണിയാണ്, പ്രകാശം തരണത് ബൾബാണ്. പക്ഷേ ഇതൊക്കെ തരണമെങ്കിൽ എന്ത് വേണം? കരണ്ടിൻ്റെ സാന്നിധ്യം വേണം. ഇതുപോലെ കാണുന്നത് കണ്ണാണ്, നടക്കുന്നത് കാലാണ്, കേൾക്കുന്നത് ചെവിയാണ്. പക്ഷേ ഈ അവയവങ്ങളൊക്കെ അതാതിൻ്റേതായ ധർമ്മങ്ങൾ അനുഷ്ഠിക്കണമെങ്കിൽ പുരുഷന്റെ ചൈതന്യത്തിൻ്റെ സാന്നിധ്യം വേണം എന്ന് മാത്രം. ജീവനുണ്ട്, ചൈതന്യമുണ്ട്, കാലില്ല, നടക്കാൻ പറ്റുമോ? ഇല്ല. കണ്ണില്ല എന്ന് വെച്ചാൽ കാണാൻ പറ്റുമോ? ഇല്ല. ചെവി കേൾക്കാനും പറ്റില്ല. അങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പോൾ പ്രവർത്തിക്കുന്നത് എപ്പോഴും പ്രകൃതിയാണ്. പക്ഷേ പ്രകൃതിക്ക് പ്രവർത്തിക്കാൻ സാധിക്കണമെങ്കിൽ പുരുഷന്റെ സാന്നിധ്യം വേണം. പ്രകൃതിക്ക് മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പക്ഷേ പുരുഷനെ ഒരിക്കലും ഈ മാറ്റം ബാധിക്കില്ല. പ്രകൃതിസ്ഥോപി പുരുഷോ നാജ്യതയെ പ്രാകൃതൈർഗുണൈ. പ്രകൃതിക്കുണ്ടാവുന്ന ഒരു പരിണാമവും ഒരിക്കലും പുരുഷനെ സ്പർശിക്കില്ല. പ്രകൃതിക്കാണ് മാറ്റം വരിക, പുരുഷന് യാതൊരു പരിണാമവും ഉണ്ടാവില്ല. ഈ ശരീരം, ഇന്ദ്രിയങ്ങൾ, മനസ്സ് ഇതെല്ലാം പ്രകൃതിയിൽ നിന്നുണ്ടായതാണ് എന്ന് മുമ്പ് പറഞ്ഞല്ലോ. ഇതിനെല്ലാത്തിനും മാറ്റം വരാറില്ലേ? നാം അറിയാതെ നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാവുന്നു അല്ലേ? 2-4 കൊല്ലം കഴിയുമ്പോൾ ശരീരത്തിന് മാറ്റം വരുന്നുണ്ടാവുന്നു. പിന്നെ ഒരു 10 കൊല്ലം കൊണ്ട് കഴിഞ്ഞാൽ കുറേ കൂടി മാറ്റം വന്നു. ശരീരത്തിന് മാറ്റം വരും, അതനുസരിച്ച് മനസ്സിന് മാറ്റം വരും, ബുദ്ധിക്ക് മാറ്റം വരും. ഒരു 30-40 വയസ്സൊക്കെ കഴിഞ്ഞാൽ ക്ലൈമാക്സിലായി. അത് കഴിഞ്ഞാൽ പിന്നെ 50-60 വയസ്സ് കഴിയുമ്പോൾ ആൻറ്റി ക്ലൈമാക്സിലേക്ക് നീങ്ങായി. അങ്ങനെ 85 വയസ്സ് 90 വയസ്സാകുമ്പോഴേക്കും ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് നീങ്ങായി. ഇതെല്ലാം പ്രകൃതിക്കുണ്ടാവുന്നതാണ് ഈ മാറ്റം. അപ്പോൾ പ്രകൃതി എന്ന് പറയുമ്പോൾ ഈ ശരീരം, മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ ഇവയ്ക്കൊക്കെ ഈ മാറ്റം വരുന്നുണ്ട്. അതേസമയം പുരുഷനോ ഇതിനെല്ലാത്തിനും സാക്ഷിയായിട്ട് വർത്തിക്കുകയും ചെയ്യുന്നു. പ്രകൃതിസ്ഥോപി പുരുഷ. പ്രകൃതിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ചൈതന്യം പുരുഷൻ. എന്നാലും ഈ മാറ്റങ്ങളൊന്നും ഈ പുരുഷനെ ബാധിക്കുക പതിവില്ല. ഇതിപ്പോൾ നമ്മുടെ വ്യവഹാരം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. 4 വയസ്സുള്ള സമയത്ത് പറയാറില്ലേ ഞാൻ എന്ന് പറയാറുണ്ട്. ഒരു 15 വയസ്സ് കഴിഞ്ഞാലോ 4 വയസ്സുകാരൻ്റെ ശരീരമല്ല 15 വയസ്സുകാരൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ. 15 വയസ്സായാലും ഞാൻ എന്ന് പറയാറുണ്ട്. 25 വയസ്സ് കഴിഞ്ഞാലും ഞാൻ എന്ന് പറയാറുണ്ട്. ഷഷ്ടിപൂർത്തി കഴിഞ്ഞാലും ഞാൻ എന്നാണ് പറയുക. 90 വയസ്സ് കഴിഞ്ഞാലും ഞാൻ എന്നാണ് പറയുക. ഈ ഞാൻ എന്ന് പറഞ്ഞ ആൾക്ക് ഒരു മാറ്റവും ഇല്ല. അതേസമയം ശരീരത്തിനും മനസ്സിനും ബുദ്ധിക്കുമൊക്കെ മാറ്റമുണ്ടായി താനും. അപ്പോൾ പ്രകൃതിക്ക് ഇങ്ങനെ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും.
പക്ഷേ ഈ മാറ്റങ്ങളൊന്നും പുരുഷനെ ഒരിക്കലും ബാധിക്കാറില്ല. പ്രകൃതിസ്ഥോപി പുരുഷോ നാജ്യതയെ പ്രാകൃതയർ ഗുണൈഹി അവികാരാൽ അകർത്തൃത്വാൽ നിർഗുണത്വാൽ ജലാർക്കവൽ. ഏതുപോലെ എന്ന് ചോദിച്ചാൽ, ഇപ്പം പാത്രത്തിൽ വെള്ളം വയ്ക്കുക താഴെ, എന്നാൽ സൂര്യൻ്റെ പ്രതിബിംബം ആ പാത്രത്തിൽ തെളിഞ്ഞ് കാണും. പാത്രം ഇളക്കി നോക്കൂ, പ്രതിബിംബം ചിലപ്പോൾ ഇളകണത് പോലെയൊക്കെ നമുക്ക് തോന്നും. എന്ന് വെച്ച് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന സൂര്യനെ ഈ മാറ്റം വല്ലതും ബാധിക്കാറുണ്ടോ? ഇല്ല. അതുപോലെയാണ് എല്ലാത്തിനും സാക്ഷിയായിട്ടാണ് ഈ ഞാൻ എന്ന ചേതനൻ ഇരിക്കുന്നത് എന്നർത്ഥം. നമ്മിൽ തന്നെ ഒരു ചേതനനുണ്ട്. വാസ്തവത്തിൽ ഈ ചേതനൻ ആരാണ്? വേറെ ആരുമല്ല, സാക്ഷാൽ പരമാത്മാവിൻ്റെ തന്നെ അംശമാണ്. ഈ വേർതിരിവ് നമുക്കുണ്ടോ എന്നാണ് ഇവിടുത്തെ ചോദ്യം. ഏതാണ് പ്രകൃത്യാംശം, ഏതാണ് പുരുഷാംശം എന്ന് നാം വേർതിരിച്ച് അറിയാറില്ല. പലപ്പോഴും ഈ പ്രകൃത്യാംശത്തിനെയാണ് ചേതനൻ എന്ന് തെറ്റിദ്ധരിക്കുകയാണ്. ഞാൻ എന്നൊക്കെ പറയാറില്ലേ? ആരാ ഞാൻ? ആലോചിച്ച് നോക്കേണ്ടതാണ്. ഈ ശരീരമാണോ ഞാൻ? ആലോചിച്ച് നോക്കൂ. ശരീരമാണെങ്കിൽ ശരീരത്തിൻ്റെ ഏത് ഭാഗമാണ് ഞാൻ? കാലാണോ? അല്ല. തെളിവുണ്ട്. എൻ്റെ കാല് എന്ന് പറയാറുണ്ടല്ലോ. എൻ്റെ കാല് എന്ന് പറഞ്ഞാൽ കാലിൻ്റെ ഉടമസ്ഥനാണ് ഞാൻ എന്നർത്ഥം. എൻ്റെ കയ്യെന്ന് പറഞ്ഞാൽ കയ്യിൻ്റെ ഉടമസ്ഥനാണ് ഞാൻ എന്നർത്ഥം. എൻ്റെ തല എന്ന് പറഞ്ഞാൽ തലയുടെ ഉടമസ്ഥനാണ് ഞാൻ എന്നർത്ഥം. എൻ്റെ വാച്ച് എന്ന് പറഞ്ഞാൽ വാച്ചും ഞാനും ഒന്നാവാൻ നിർത്തിയില്ലല്ലോ. വാച്ചിൻ്റെ ഉടമസ്ഥനല്ലേ ഞാൻ. ചിലപ്പോൾ ഇങ്ങനെ കൂടി പറയാറില്ലേ? എൻ്റെ ശരീരം എന്ന് വരെ പറയാറില്ലേ? ഉവ്വ്. അപ്പോൾ ഒന്ന് തീർച്ചയായി ശരീരമല്ല ഞാൻ. ശരീരം എൻ്റെ വകയാണ്. ശരീരത്തിൻ്റെ ഉടമസ്ഥനാണ് ഞാൻ. എങ്കിൽ ആ ഞാനാര്? ഈ ഞാൻ വേറെ ആരുമല്ല. മുമ്പ് പറഞ്ഞില്ലേ, പ്രകൃതിയിലേക്ക് ഭഗവാൻ ഒന്ന് ആവേശിച്ചു എന്ന്. ഭഗവാന്റെ ആവേശം ഇങ്ങോട്ട് വന്ന സമയത്താണ് പ്രകൃതി പ്രവർത്തിക്കാൻ തുടങ്ങിയത് എന്ന് പറഞ്ഞു. ആ പുരുഷാംശം അതാണ് ഈ ഞാൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ തേജസ്സല്ല, ഭൂമിയല്ല, വായുവല്ല, ആകാശമല്ല, ഒന്നുമല്ല. അപ്പോൾ പിന്നെ ഞാനാരാ? ചിദാനന്ദരൂപ ശിവോഹം. ശിവോഹം ശങ്കരാചാര്യ ഗുരുനാഥനോട് പറഞ്ഞതാണ്. ചിദാനന്ദരൂപനായ ശിവനാണ് ഞാൻ. ആ ആത്മാംശമാണ് എന്നർത്ഥം. അപ്പോൾ ശരീരമല്ല എന്ന് തീർച്ച. എന്നാലും ശരീരമാണ് എന്ന മട്ടിലാണ് നമ്മുടെ വ്യവഹാരം. ഇവിടെയാണ് നമ്മുടെ ഈ ഭ്രമം എന്നർത്ഥം. ഇരിക്കുക, കിടക്കുക, ഇതൊക്കെ ശരീരത്തിൻ്റെ ധർമ്മമാണ്. എന്നാലും ആരാ അവിടെ ഇരിക്കണമെന്ന് ചോദിച്ചാൽ, ശരീരം ഇരിക്കണോ ശരീരം കിടക്കണമെന്ന് ആരെങ്കിലും പറയാറുണ്ടോ? ഇല്ല. ഞാൻ ഇരിക്കണു, ഞാൻ കിടക്കണു എന്നല്ലേ പറയാ. ഈ ഞാനെന്ന പുരുഷന് ഇരിക്കലുമില്ല കിടക്കലുമില്ല. ശരീരത്തിനാണ് ഇരിക്കലും കിടക്കലും. അപ്പോൾ ശരീരത്തിൻ്റെ ധർമ്മമായ ഇരിക്കലും കിടക്കലും തൻ്റെ ധർമ്മമാണെന്ന് ഈ ചേതനൻ ഭ്രമിച്ചു പോവുകയാണ്. ഇവിടെ ഞാൻ ദേഹമാണ് എന്ന് ഭ്രമിച്ചു പോകണം. കാണുക എന്നത് കണ്ണിൻ്റെ ധർമ്മം, കേൾക്കുക എന്നത് ചെവിയുടെ ധർമ്മം, നടക്കുക എന്നത് കാലിൻ്റെ ധർമ്മം. യഥാർത്ഥത്തിൽ അങ്ങനെയാണല്ലോ. പക്ഷേ ചെവി കേട്ടു, കണ്ണ് കണ്ടു, കാല് നടന്നു എന്ന് ആരെങ്കിലും പറയാറുണ്ടോ? ഇല്ല. അതിന് പകരം എന്താ പറയുക? ഞാൻ കണ്ടു, ഞാൻ കേട്ടു, ഞാൻ നടന്നു എന്ന് പറയും. ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ ചക്ഷുസ് എന്ന ഇന്ദ്രിയം ഞാനാണ് എന്ന് ഭ്രമിച്ചു പോവുകയാണ്. ഞാൻ കേട്ടു എന്ന് പറയുമ്പോൾ ശ്രോത്രം എന്ന ഇന്ദ്രിയം ഞാനാണെന്ന് ഭ്രമിക്കുകയാണ്. ഞാൻ നടന്നു എന്ന് പറയുമ്പോൾ പാദം എന്ന ഇന്ദ്രിയം ഞാനാണ് എന്ന് ഭ്രമിക്കുകയാണ്. വാസ്തവത്തിൽ ഇവിടെ ഇന്ദ്രിയാഭിമാനം ആണ് ഉള്ളത്. ദാഹം, വിശപ്പ് ഇതൊക്കെ പ്രാണന്റെ ധർമ്മമാണ്. എന്നാലും പ്രാണന് വിശക്കണമെന്നല്ല പറയുക, എനിക്ക് വിശക്കണമെന്നാണ് പറയുക, എനിക്ക് ദാഹിക്കണമെന്നാണ് പറയുക. പ്രാണനാണ് ഞാൻ എന്ന് ഭ്രമിച്ചു പോണു. സുഖം, ദുഃഖം, ഭയം ഇതൊക്കെ മനസ്സിൻ്റെ ധർമ്മമാണ്. എന്നാലും മനസ്സിന് ഭയം, മനസ്സിന് ദുഃഖം അങ്ങനെയല്ല പറയുക. എനിക്ക് ദുഃഖമാണ്, എനിക്ക് സുഖമാണ്, എനിക്ക് വല്ലാത്ത ഭയമാണ് എന്ന് പറയും. ഇവിടെ മനസ്സാണ് ഞാൻ എന്ന് ഭ്രമിച്ചു പോണു. ആലോചിക്കുക, ചിന്തിക്കുക, വിചാരിക്കുക ഇതൊക്കെ ബുദ്ധിയുടെ ധർമ്മമാണ്. എന്നാലും ബുദ്ധി ആലോചിക്കണമെന്ന് ആരും പറയാറില്ല. ഞാൻ ഇങ്ങനെയൊക്കെ ആലോചിച്ച് വരികയാണ്, ഞാൻ ഇങ്ങനെയാണ് വിചാരിക്കണത് എന്ന് പറയും. ഇവിടെ ബുദ്ധിയാണ് ഞാൻ എന്ന് ഭ്രമിച്ചു പോണു. സത്യം പറയുകയാണെങ്കിൽ ഈ ശരീരമോ പ്രാണനോ മനസ്സോ ബുദ്ധിയോ ഇതൊക്കെ ഞാനാണോ? അല്ല. ഇതെല്ലാം വെറും ജഡങ്ങളാണ്. അതേസമയം ഈ ഞാനോ? ഞാൻ ചേതനനാണ്. ഈ ദേഹേന്ദ്രിയാദികളെല്ലാം ദൃശ്യങ്ങളാണ്. അതേസമയം ദ്രഷ്ടാവാണ് ഈ ഞാൻ. ദൃശ്യത്തിനെ ദ്രഷ്ടാവായിട്ട് ഭ്രമിച്ചു പോണു. ഇതിൻ്റെ പേരാണ് സംസാരം എന്ന്. അതുകൊണ്ട് ഒന്ന് വേർതിരിക്കണം. ഏതാണ് ഇതിൽ ജഡാംശം, ഏതാണ് ചേതനാംശം എന്ന് വേർതിരിക്കണം. അങ്ങനെ വേർതിരിഞ്ഞാൽ ഇതി വിദിത വിഭാഗോ മുച്യതേസൗ പ്രകൃത്യ. അന്ന് അവൻ പ്രകൃതിയുടെ എല്ലാ കുരുക്കിൽ നിന്നും രക്ഷപ്പെടും. അപ്പോൾ ഞാൻ എന്ന് പറഞ്ഞാൽ
ഈ കണ്ണും മൂക്കും ഇങ്ങനെയൊക്കെയുള്ള ഇന്ദ്രിയങ്ങളല്ല, ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല, പ്രാണനല്ല, ഇതൊന്നുമല്ല. ഞാൻ ആര്? ഞാൻ ചിദാനന്ദരൂപനായ ആത്മാവാണ്. ഇത് സാക്ഷാത്കരിക്കണം എന്ന് വരെ ഇത് സാക്ഷാത്കരിക്കാതെ കണ്ടിരിക്കുന്നു. അന്ന് വരെയാണ് ഒരുവന് സംസാരം. എന്നാലും സാധിക്കുമോ ഇതിങ്ങനെ വേർതിരിക്കാൻ? സാധിക്കും. ഈ വെണ്ണ എന്നൊരു സാധനം തൈരിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ട് ഇല്ലേ? തൈരിൽ നിന്ന് വെണ്ണ അടർത്തിണ്ട് എടുക്കാറില്ലേ? എങ്ങനെയാണെന്ന് അമ്മമാർക്കൊക്കെ അറിയാം. കടകോലിട്ട് ഇങ്ങനെ തിരിച്ചാൽ മതി. ഈ കൈകൊണ്ട് തന്നെ തിരിക്കണം നിർബന്ധമൊന്നുമില്ല. സ്വിച്ച് ഓൺ ചെയ്തു തന്നെത്താൻ തിരിയണ കടകോലായാലും പോരായൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞാൽ ഈ തൈരിൽ നിന്ന് വെണ്ണ തന്നെത്താൻ ഇങ്ങനെ ഉരുണ്ടുരുണ്ട് ഇങ്ങനെ വേർതിരിഞ്ഞ് വന്നോളും. ഇതുപോലെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇരുന്ന് ഇങ്ങനെ മഥനം നടത്തണം എന്നർത്ഥം. ആദ്യം ഭഗവാനെ ഭക്തിയോടുകൂടിയിട്ട് ഭരിക്കാൻ തുടങ്ങുക. ഭഗവത് കഥകൾ കേൾക്കുക, നാമസങ്കീർത്തനാദികളിൽ ഏർപ്പെടുക, സത്സംഗത്തിൽ പങ്കെടുക്കുക. ഇങ്ങനെ ക്രമേണ ഹൃദയത്തിൽ ഭക്തി വർദ്ധിച്ച് വരണം. പിന്നെ ഇടയ്ക്കൊക്കെ ഇരുന്നിങ്ങനെ ആലോചിക്കണം, ഞാൻ ആര് എന്ന്. മദനുഭജന തത്വാലോചനൈഹി. അപ്പോൾ ഭഗവത് ഭജനവും വേണം, തത്വാലോചനവും വേണം. ഇങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ ക്രമേണ മനസ്സിലാവും ഞാൻ ഈ ജഡമായ ദേഹേന്ദ്രിയാദികളല്ല ആത്മാവാണ് എന്ന്. അതോടുകൂടി അവൻ്റെ എല്ലാ സാംസാരികമായ ദുഃഖവും അവസാനിക്കുകയും ചെയ്യും. അപ്പം ഇരുന്ന് തത്വാലോചന ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം അതിനൊരു ധ്യാനം വേണം. എങ്ങനെയാണ് അത് ചെയ്യുക? ഞാൻ ദേഹേന്ദ്രിയാദികളല്ല, ഞാൻ ആത്മചൈതന്യമാണ് എന്ന സാക്ഷാത്കാരം ഉണ്ടാവണമെങ്കിൽ ഇടയ്ക്കൊക്കെ ഇരുന്ന് ആലോചിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആലോചിക്കണം എന്ന് വെച്ചാൽ മനസ്സിന്, ബുദ്ധിക്ക് നല്ല ഏകാഗ്രത ഉണ്ടാവണം. പലപ്പോഴും ഈ മനസ്സും ബുദ്ധിയും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിലും ഈ മനസ്സെന്ന് പറഞ്ഞാൽ എന്താ യഥാർത്ഥത്തിൽ? മനസ്സെന്ന് പറഞ്ഞാൽ ശരീരത്തിൽ എവിടെയെങ്കിലും കീറി മുറിച്ച് നോക്കിയാൽ മനസ്സിനെ കാണാൻ പറ്റുമോ? ഇല്ല. മനസ്സെന്ന് പറഞ്ഞാൽ ഈ സുഖം, ദുഃഖം, ഭയം, സങ്കല്പം, വികല്പം ഇങ്ങനെയുള്ള വികാരങ്ങളുടെ ഒരു പ്രവാഹമാണ്. അതിനെ മനസ്സെന്ന് പറയണു എന്ന് മാത്രം. അപ്പോൾ പ്രവഹിക്കുന്നതിനെ അണകെട്ടി നിർത്താം എന്ന കാര്യം തീർച്ച. ഗംഗാനദിയെ പോലും അണകെട്ടി നിർത്തിയിട്ടുണ്ട്. ഇതുപോലെ ഒഴുകുന്ന മനസ്സിനെയും ഒന്ന് അണകെട്ടി നിർത്താം. എന്താ അതിനുള്ള ഉപായം? പ്രാണനും മനസ്സും തമ്മിൽ ഗാഠമായ ബന്ധമുണ്ട്. അതുകൊണ്ട് പ്രാണനെ നിരോധിക്കുക, എന്നാൽ മനോനിരോധം സ്വായത്തമാക്കി തീർക്കാം. ഇതാണ് ഭാരതത്തിലെ യോഗാചാര്യന്മാർ പണ്ട് കണ്ടുപിടിച്ച സൂത്രം. അപ്പം ഇതിന് പ്രാണായാമം എന്നാണ് പേര്. ആ ഒരു കാര്യം ചെയ്യുക, നാളെ മുതൽക്ക് പ്രാണായാമം തുടങ്ങുക. അങ്ങനെ കുറച്ച് ദിവസം പ്രാണായാമം ശീലിച്ചാൽ ഞാൻ ആത്മാവാണ് എന്ന ജ്ഞാനം ഉണ്ടാവുമോ? എന്നാണെങ്കിൽ പ്രാണായാമം വേണം മനസ്സിനെ ഏകാഗ്രപ്പെടുത്താൻ. പക്ഷേ അതിനു മുമ്പ് ചിലതൊക്കെ പരിശീലിക്കാനുണ്ട്. ഒരു പൂർവരംഗം. എന്തൊക്കെയാണ് ഈ പൂർവരംഗം? സ്വധർമാചരണം ശക്രിയ. സ്വധർമ്മം വേണ്ട പോലെ ആചരിക്കണം. ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? ഏതൊന്ന് ചെയ്താൽ ആത്യന്തികമായ നിലനിൽപ്പുണ്ടോ അതാണ് ധർമ്മം എന്ന് വെച്ചാൽ സ്വധർമ്മം. അപ്പോൾ ഓരോരുത്തരും അവനവൻ്റേതായ ധർമ്മം അനുഷ്ഠിക്കണം എന്നർത്ഥം. അപ്പോൾ ഈ സ്വധർമ്മത്തിന് എത്ര മുഖങ്ങളുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ഗൃഹത്തിൽ താമസിക്കുന്നവൻ ഗൃഹസ്ഥൻ. അപ്പോൾ ആ ഗൃഹത്തിൻ്റെ നായകൻ. ഗൃഹനായകൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ അയാൾക്കൊരു ഗൃഹിണി ഉണ്ടാവുമല്ലോ, ഒരു പത്നി ഉണ്ടാവുമല്ലോ. പത്നിയുടെ മുമ്പിൽ അയാൾ അനുഷ്ഠിക്കേണ്ടത് ധർമ്മം എന്താണ്? ഭർത്തൃധർമ്മം. അയാൾക്ക് കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളുടെ മുമ്പിൽ അയാൾ അനുഷ്ഠിക്കേണ്ടത് എന്താണ്? പിതൃധർമ്മം. അയാൾക്ക് അച്ഛനും അമ്മ ഉണ്ടാവാം. ആ അച്ഛന്മാരുടെ മുമ്പിൽ അയാൾ അനുഷ്ഠിക്കേണ്ടത് ഏതാണ്? പുത്രധർമ്മം. അയൽവക്കത്ത് ആളുകളുണ്ടെങ്കിൽ അവരോട് അനുഷ്ഠിക്കേണ്ടുന്ന ധർമ്മം എന്താണ്? അയൽധർമ്മം. സമൂഹത്തിനിടയിലേക്ക് ഇറങ്ങി വരുമ്പോൾ സാമൂഹികമായ ധർമ്മം. ഇങ്ങനെ നോക്കുമ്പോൾ സ്വധർമ്മം എന്നതിൽ എന്തൊക്കെ പെടും? പൗരധർമ്മം, രാഷ്ട്രധർമ്മം, ഇതൊക്കെ സ്വധർമ്മം എന്നുള്ളതിൽ പെട്ടതാണ്. അപ്പോൾ താൻ അനുഷ്ഠിക്കേണ്ടുന്നത് വീഴ്ച കൂടാതെ കണ്ട് ചെയ്യണം. സ്വധർമാചരണം ശക്രിയ. വിധർമ്മച്ച നിവർത്തനം. അപ്പോൾ താൻ ചെയ്യരുതാത്ത കാര്യങ്ങൾ ഒരിക്കലും ചെയ്യാതെ കണ്ടിരിക്കണം. അതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഗ്രാമ്യധർമ്മ നിവൃത്തിശ്ച മോക്ഷധർമ്മ രതിസ്തഥ. മനസ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഏർപ്പെടാതെ കണ്ടിരിക്കുക. അതേസമയം മനസ്സിന് ഏകാഗ്രതയുണ്ടാക്കുന്ന വിഷയങ്ങളിൽ ഏർപ്പെടുക. മിതമേധ്യാദനം. മിതമായി മാത്രം ആഹാരം കഴിക്കുക. ഇതൊക്കെ പറയുമ്പോഴാണ് കേട്ടോ വലിയ വിഷമം. മിതമായിട്ട് ആഹാരം കഴിക്കാവൂ എന്ന്.
യോഗീശ്വരന്മാർ എങ്ങനെയാണ് പറയുക, മിതമായിട്ടേ ആഹാരം കഴിക്കാവൂ. മിക്കവാറും ഇപ്പം നമ്മുടെ നാട്ടിൽ ഈ വരുത്തിക്കൂട്ടുന്ന രോഗങ്ങളിൽ പകുതിയിലേറെയും അമിതമായ ആഹാരം കൊണ്ടാണ്. മലയാളത്തിൽ പ്രസിദ്ധമായൊരു ചൊല്ലുണ്ട്, ഒരു നേരം ആഹാരം കഴിക്കുന്നവൻ യോഗി, 2 നേരം ആഹാരം കഴിക്കുന്നവൻ ഭോഗി, 3 നേരം ആഹാരം കഴിക്കുന്നവൻ രോഗി, അപ്പം 4 നേരം കഴിക്കുന്നവനോ അവൻ ദ്രോഹി. ബാക്കിയുള്ളവർക്ക് അവകാശപ്പെട്ടതും കൂടി അവൻ തിന്നു വയറ് നിറയ്ക്കുന്നു. അതാണ് ദ്രോഹി എന്ന് പറയാൻ കാരണം. അപ്പോൾ യോഗിയാവാനുള്ള മാർഗ്ഗമാണ് ഇവിടെ പറയുന്നത്. മിത മേധ്യാദനം, അവനവൻ കഷ്ടിച്ച് വയറ് നിറയുക എന്നുള്ളത്, അതുവരെ ആഹാരം കഴിക്കും. വിശപ്പാറാ വേണ്ടുവോളം മാത്രമേ ആഹാരം കഴിക്കാവൂ. മിതമായി ആഹാരം കഴിക്കുന്നവർക്ക് രോഗമൊന്നും ഉണ്ടാവില്ല. മിക്കവാറും എല്ലാ രോഗങ്ങളും ആഹാരത്തിൽ നിന്നാണ് സംക്രമിക്കാറുള്ളത്. അതും മിത മേധ്യാദനം, അതുണ്ട്. പരിശുദ്ധമായ ആഹാരം മാത്രം കഴിക്കുക. എന്താണ് പരിശുദ്ധമായ ആഹാരം എന്ന് പറഞ്ഞാൽ, അത് പാകം ചെയ്തത്, പിന്നെ ഈ അടച്ചു വെച്ചത്, ഇങ്ങനെയുള്ള ഈ ഈച്ചയും ഉറുമ്പും ഒക്കെ ആർത്ത്. ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരം, അതിനെക്കുറിച്ച് പറയാതെ കണ്ടിരിക്കുകയാണ് ഭേദം. ഈ വഴിവക്കിൽ ഇങ്ങനെ കണ്ട ഈച്ചയും ഉള്ള ക്ഷുദ്രജീവികളും ഒക്കെ ആർത്ത് അങ്ങനെയുള്ള ആഹാരമൊക്കെയാണ് ഈ നമ്മൾ കഴിക്കുന്നത്. കഴിച്ചിട്ട് രോഗം ഉണ്ടായില്ലെങ്കിൽ അതാണ് അത്ഭുതം. അപ്പോൾ മിതമായി ആഹാരം കഴിക്കുക, പരിശുദ്ധമായ ആഹാരം കഴിക്കുക. അഹിംസ സത്യം അസ്തേയം. അഹിംസ എന്ന് പറഞ്ഞാൽ ഹിംസിക്കാതെ കണ്ടിരിക്കൽ, കൊല്ലാതെ കണ്ടിരിക്കൽ മാത്രമല്ല. ഹിംസയുടെ അഭാവമല്ല അഹിംസ, സ്നേഹത്തിൻ്റെ പ്രഭാവമാണ്. അപ്പോൾ സമസ്ത ജീവജാലങ്ങളെയും സ്നേഹിക്കണം എന്നർത്ഥം. സത്യം പ്രവൃത്തിയിൽ, വാക്കിൽ, വിചാരത്തിൽ ഇതൊക്കെ പരിപാലിക്കേണ്ടതാണ്. അഹിംസ സത്യം അസ്തേയം. അന്യൻ്റേത് അവനവൻ്റെ ആക്കണം എന്നാഗ്രഹിക്കാതെ കണ്ടിരിക്കുക. ഇതിപ്പോൾ മോഷണമൊന്നും വേണമെന്നില്ല. വഴിയെ നടക്കുന്ന സമയത്ത് 100 നോട്ട് വഴിയിൽ കിടക്കണ്ടു. 4 പുറം നോക്കി, ഇത് ആരുടെ ആവോ അറിഞ്ഞുകൂടാ, എന്നാൽ ഏതായാലും ഇവിടെ കിടന്ന് അത് ചീത്തയായി പോണ്ട, എന്നാൽ എൻ്റെ പോക്കറ്റിൽ കിടന്നോട്ടെ, അങ്ങനെ വിചാരിക്കരുതെന്നർത്ഥം. ഏതായാലും തൻ്റെ പോക്കറ്റിൽ നിന്ന് പോയതല്ല, അപ്പം പിന്നെ തൻ്റെ പോക്കറ്റിലിടാൻ അവകാശവുമില്ല. അത്ര പോലും സ്ഥേയം കൂടാതെ കണ്ടിരിക്കണം. ഇങ്ങനെ ജീവിതത്തിൽ പല പല ചിട്ടകളും ശീലിക്കാനുണ്ട് ഒരു പൂർവരംഗം എന്ന നിലയ്ക്ക്. ഇതൊക്കെ ശീലിച്ച ഒരാൾ വേണം യോഗാചാര്യനെ സമീപിക്കാൻ. അപ്പോൾ യോഗാചാര്യൻ പറഞ്ഞു തരും എങ്ങനെയാണ് പ്രാണായാമം ചെയ്യേണ്ടത് എന്നൊക്കെ. പത്മാസനത്തിലിരുന്ന് അങ്ങനെയാണ് ഈ പ്രാണായാമത്തിൻ്റെയൊക്കെ ഒരു സമ്പ്രദായം. താമരപ്പൂവിൻ്റെ ആകൃതിയിലിരിക്കുക, അപ്പോൾ ഒരു കാല് മറ്റേ തുടയിൽ കയറ്റി വെച്ചിരിക്കുക, അങ്ങനെയൊക്കെ വേണമെന്നാണ്. എന്താ അങ്ങനെ ഈ പത്മാസനത്തിലിരുന്ന ഗുണം എന്നാൽ അപ്പോൾ നട്ടെല്ല് തന്നെത്താൻ നിവരും എന്നതാണ്. മനസ്സ് ഏകാഗ്രപ്പെടുന്തോറും ഈ മൂലാധാരത്തിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന കുണ്ടലിനി എന്ന ശക്തി നട്ടെല്ലിൻ്റെ ഉള്ളിലുള്ള സുഷുമ്ന എന്ന നാഡിയിൽ കൂടെ ഉയർന്നു വരും. അപ്പോൾ നട്ടെല്ല് നിവർന്നിരിക്കണം, എന്നാലേ കുണ്ടലിനി ഉയർന്നു വരുള്ളൂ. അതിനാണ് ഇങ്ങനെ ഇരിക്കണം എന്ന് പറഞ്ഞത്. പിന്നെ പ്രാണനെ നിയന്ത്രിക്കുക. ഒരു മൂക്ക് അടച്ചു പിടിക്കുക, മറ്റേ മൂക്കിലൂടെ അകത്തേക്ക് ശ്വാസവായുവിനെ വലിച്ചു കയറ്റണം. ഈ അകത്തേക്ക് വലിക്കുന്നതിനെ അത് എത്രത്തോളം സാവധാനത്തിൽ ചെയ്യാൻ പറ്റുമോ അത്രയും സാവധാനത്തിൽ ചെയ്യണം. അതിന് പൂരകം എന്നാണ് പേര്. എത്രത്തോളം സമയം ശ്വാസകോശത്തിൽ ശ്വാസവായുവിനെ ഒതുക്കി വയ്ക്കാൻ പറ്റുമോ അത്രയും നേരം ഒതുക്കി വയ്ക്കണം. അതിന് കുംഭകം എന്ന് പേര്. മറ്റേ മൂക്കിലൂടെ വേണം പുറത്തേക്ക് വിടാൻ. അതിന് രേചകം എന്നാണ് പേര്. 2 or 4 തവണ ഇത് ചെയ്യുമ്പോഴേക്കും അണയ്ക്കും ആദ്യഘട്ടത്തിലൊക്കെ. അപ്പം അത് നിർത്തണം. അത് കഴിഞ്ഞാൽ പിന്നെ ഒഴിവുള്ള സമയത്ത് അത് ചെയ്യുക. ആദ്യഘട്ടത്തിൽ 2, 4 ആണെങ്കിൽ പിന്നെ അത് 5, 6 ആവും, പിന്നെ 8, 10 ആവും. ഇങ്ങനെ പടിപടിയായിട്ട് പ്രാണനെ നിരോധിക്കാറാവും. പ്രാണനിരോധം ശീലിച്ചാൽ സ്വാഭാവികമായി മനോനിരോധം സ്വായത്തമായിക്കോളും. ഈ അണകെട്ടി നദിയെ നിർത്തണത് എന്തിനാ? വെള്ളം ശേഖരിക്കണത് എന്തിനാ? വെള്ളം ആവശ്യമുള്ള ദിക്കിൽ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകിക്കൊണ്ടിരിക്കുന്ന മനസ്സിനെ പ്രാണായാമം വഴിയായിട്ട് നിരോധിച്ചാൽ ആവശ്യമുള്ള ദിക്കിൽ അതിനെ എത്തിക്കണം എന്നർത്ഥം. എന്നുവെച്ചാൽ ഭഗവാനിലേക്ക് നിങ്ങൾ തിരിച്ചു വിടണം ആ മനസ്സിനെ. രൂപമേ ഇല്ലാത്ത പരമാത്മാവിലേക്ക് മനസ്സിനെ തിരിച്ചു വിടാൻ പ്രയാസമാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഐശ്വര രൂപത്തിനെ ധ്യാനിക്കുക. അവനവൻ്റെ ഇഷ്ടദേവതയെ ധ്യാനിക്കാം. ഒരാൾക്ക് ശ്രീകൃഷ്ണനെ ധ്യാനിക്കാം, ശ്രീരാമനെ ധ്യാനിക്കാം, വരാഹമൂർത്തിയെ ധ്യാനിക്കാം, നൃസിംഹമൂർത്തിയെ ധ്യാനിക്കാം. അവനവൻ്റെ ഇഷ്ടദേവതയെ ദേവിയായിട്ട് ധ്യാനിക്കാം, ശിവനായിട്ട് ധ്യാനിക്കാം. ഇവിടെ ഭഗവാൻ കപിലൻ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത് വൈകുണ്ഠത്തിലിരിക്കുന്ന മഹാവിഷ്ണുവിൻ്റെ പാദമൂലം മുതൽക്ക് കേശം വരെ ഓരോ അവയവമായിട്ട് അങ്ങനെ ധ്യാനിക്കണം എന്നാണ്.
ഓരോ അവയവത്തിനെയും ധ്യാനിക്കുമ്പോൾ അതതിൻ്റെ സവിശേഷതയോടുകൂടി ധ്യാനിക്കുക. പാദമൂലം ധ്യാനിക്കുമ്പോൾ വജ്രത്തിൻ്റെയും അങ്കുശത്തിൻ്റെയും ഒക്കെ ചിഹ്നങ്ങളുള്ളതാണ് ആ ചിഹ്നങ്ങളോടുകൂടിയ പാദമൂലം. പിന്നെ ആ കാലിൽ അണിഞ്ഞിട്ടുള്ള പൊൻചിലമ്പ്, ആ പൊൻചിലമ്പ് എന്താ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നത്? പദഭജനം ശ്രേയ, പദഭജനം ശ്രേയ, ഈ പാദത്തിനെ തന്നെ ആശ്രയിക്കണം, ഇതാണ് ശ്രേയസ് എന്ന് മാലോകരോട് വിളിച്ചു പറയണതാണ് ഈ പൊൻചിലമ്പ്. അതിനെ ധ്യാനിക്കുക. പിന്നെ ഭഗവാന്റെ മുട്ടുകൾ, അരക്കെട്ട്, ഭഗവാന്റെ നാഭി, മാറിടത്തിൽ ചാർത്തിയിട്ടുള്ള വനമാല, കഴുത്തിൽ കൗസ്തുഭരത്നം, 4 കൈയിൽ ശംഖചക്രഗദാപത്മങ്ങൾ. എന്തിനാണ് ഈ ശംഖചക്രഗദാപത്മങ്ങൾ ഭഗവാൻ ധരിച്ചിട്ടുള്ളത്? ആചാര്യന്മാരിൽ ചിലർ പറയണു ഈശ്വരന് 4 ലക്ഷണമാണുള്ളത് എന്ന്. നിരതിശയമായ ജ്ഞാനം, നിരതിശയമായ ശക്തി, നിരതിശയമായ പ്രകാശം, നിരതിശയമായ ആനന്ദം. അപ്പം ജ്ഞാനം, ശക്തി, പ്രകാശം, ആനന്ദം, ഇത് 4ഉം നിരതിശയമായിട്ട് ഉണ്ടാവുക. ഇതാണ് ഈശ്വരൻ്റെ ലക്ഷണം എന്ന് പറയുന്നവരുണ്ട്. ആ ജ്ഞാനത്തിൻ്റെ പ്രതീകമാണ് ശംഖ്, ശക്തിയുടെ പ്രതീകമാണ് ഗദ, പ്രകാശത്തിൻ്റെ പ്രതീകമാണ് സുദർശന ചക്രം, ആനന്ദത്തിൻ്റെ പ്രതീകമാണ് താമരപ്പൂവ്. അപ്പോൾ ഇത് 4ഉം ഭഗവാൻ 4 കൈയിൽ ധരിച്ചിട്ടുള്ളത് താൻ തന്നെയാണ് സാക്ഷാൽ ഈശ്വരൻ എന്ന് ഭക്തന്മാർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഇങ്ങനെ ധ്യാനിക്കണം ഇരുന്ന്. പിന്നെ അതിമനോഹരമായ മന്ദഹാസം, നല്ല കാരുണ്യം വഴിഞ്ഞൊഴുകുന്ന കണ്ണുകൾ, പൊന്മയമായ കിരീടം, അങ്ങനെ പാദമൂലം മുതൽക്ക് കേശം വരെ ധ്യാനിക്കുക. പിന്നെ കേശം മുതൽക്ക് പാദം വരെയും ധ്യാനിക്കുക. ഇങ്ങനെ ധ്യാനിച്ച് ധ്യാനിച്ച് കുറച്ച് കഴിഞ്ഞാൽ ധ്യാനിക്കപ്പെടുന്ന ഭഗവാനും ധ്യാനിക്കുന്ന ഈ സാധകനും തമ്മിൽ ഒരു ഒന്നാവലുണ്ട്. രണ്ടും രണ്ടല്ല. ഭഗവാനിൽ അങ്ങോട്ട് ലയിച്ചു ചേരുക. അതോടുകൂടി അയാൾ മുക്തനായി തീരുന്നു. അങ്ങനത്തെ ഒരാളെ ജീവൻ മുക്തൻ എന്നാണ് വേദാന്തികൾ വ്യവഹരിക്കാറുള്ളത്. ജീവിച്ചിരിക്കുന്നുണ്ട്, പക്ഷേ അയാൾ മുക്തനാണ്. അയാൾക്ക് ശരീരവുമായി പറയത്തക്ക ബന്ധമൊന്നും ഇല്ലാതെ കണ്ടാവും. എപ്പോൾ വേണമെങ്കിലും അയാൾക്ക് ശരീരം ഊരിയിട്ട് അങ്ങോട്ട് പോവാൻ സാധിക്കും. അങ്ങനത്തെ ഒരു യോഗിക്ക് ഈ ലോകത്തിൽ ഒന്നിനെയും ഭയപ്പെടേണ്ടതായിട്ടില്ല. ഒരു യോഗിയുടെ ശരീരവും ആ യോഗിയും തമ്മിലുള്ള ബന്ധം എത്രത്തോളം ഉണ്ട് എന്ന് ചോദിച്ചാൽ, ഉടുപ്പും നമ്മുടെ ശരീരവും തമ്മിൽ എത്രത്തോളം ബന്ധമുണ്ട്? ബന്ധമില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ബന്ധമുണ്ടോ? എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ട് ഊരിക്കളയാം. എന്നാൽ ഇത്രയേ ഉള്ളൂ ഒരു യോഗിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ശരീരം എന്ന് പറഞ്ഞാൽ. അത്തരം ജീവൻ മുക്തന്മാർ മറ്റുള്ള ആളുകൾ ചെയ്യുന്നതൊക്കെ ഒരുപക്ഷെ ചെയ്തു എന്ന് വരാം, പക്ഷെ മറ്റുള്ളവർക്ക് ആഹാരം കഴിച്ചില്ലെങ്കിൽ വിശക്കും. ജീവൻ മുക്തനായ ഒരാൾക്ക് ആഹാരം കഴിച്ചില്ലെങ്കിലും വിശപ്പ് അനുഭവപ്പെടില്ല. അന്യർക്ക് ചിലപ്പോൾ രോഗം വന്നു വരാം, ജീവൻ മുക്തന്മാർക്ക് ഈ രോഗാദികളൊന്നും ബാധകവുമല്ല. ഇങ്ങനത്തെ അവസ്ഥയുണ്ട്. മഹായോഗീശ്വരന്മാർക്കൊക്കെ ഇങ്ങനെയാണ്. അത്തരം ഒരു യോഗീശ്വരനായാൽ പിന്നെ ആ ആള് എന്തിനെ ഭയപ്പെടണം? ഒന്നിനും ഭയപ്പെടേണ്ടതായിട്ടില്ല. ഏറ്റവും ഭയങ്കരമായിട്ടത് മരണമാണ്. മരണത്തിനെ പോലും ഒരു യോഗി ഭയപ്പെടേണ്ടതില്ല. ഒരു യോഗിയുടെ അന്തിമഘട്ടം എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഉണ്ട്? ഈ പാമ്പും മറ്റേക്ക് ഊരി അങ്ങോട്ട് പോകണില്ലേ, അതുപോലെയുള്ളൂ. ശരീരം അങ്ങോട്ട് ഊരി കളയുക, എന്നിട്ട് ഭഗവാനിൽ അങ്ങോട്ട് ലയിച്ചു ചേരുക. ഒരു മഹായോഗിയുടെ അന്തിമ കഥ എന്ന് വെച്ചാൽ അങ്ങനെയാണ്. ചട്ടമ്പിസ്വാമികളുടെ ജീവചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അന്തിമഘട്ടം എങ്ങനെയായിരുന്നു എന്നോ, ഒരു വായനശാലയിൽ വെച്ചായിരുന്നു. ഒരു ചെറിയ മുറി, അദ്ദേഹം ഒരു കട്ടിലുമ്പൽ ഇങ്ങനെ കിടക്കണു. ആ മുറിയിൽ സന്ദർശകന്മാർ ചിലരുണ്ടായിരുന്നു. ഒരു പാമ്പ്, ഒരു എലി, ഒരു തവള, ഒരു പൂച്ച, അങ്ങനെ പലരുണ്ട് സന്ദർശകന്മാർ. ഈ പൂച്ചയ്ക്ക് എലിയെ തിന്നണം എന്ന് തോന്നണില്ല, ഈ പാമ്പിന് ഈ തവളയെ തിന്നണം എന്ന് തോന്നണില്ല. എല്ലാവരും അദ്ദേഹത്തിനെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യൻ ആ മുറിയിലേക്ക് കയറി വന്നു. അദ്ദേഹം പറഞ്ഞു, ചെറുതായിട്ട് ഒന്ന് താങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. ശിഷ്യൻ പതുക്കെ ഒന്നങ്ങോട്ട് താങ്ങി. അദ്ദേഹം വേഗം പെട്ടെന്നങ്ങോട്ട് എണീറ്റു. എന്നിട്ട് പത്മാസനത്തിൽ അങ്ങോട്ട് ഇരുന്നു, കണ്ണടച്ചു, അങ്ങനെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ശ്വാസം വലിച്ച് 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 ശ്വാസം അങ്ങോട്ട് നിലച്ചു. ഉണ്ടോ? അങ്ങനെ പത്മാസനത്തിൽ ഇരുന്നു കൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ അന്തിമഘട്ടം. ഇതാണ് വലിയ യോഗികളുടെ ഈ അവസാന ഘട്ടം എന്ന് പറഞ്ഞാൽ. ഇപ്പം അവർക്കൊക്കെ ഈ മരണം എന്ന് പറഞ്ഞാൽ അത്ര ഭീകരമായ ഒന്നാണോ? അല്ലേ അല്ല.
അതിന് ഇവിടെ ഉദാഹരണം എന്താ പറയുന്നത്? വാസോ യഥാപരികൃതം മതിരാമദാന്ധ. ഈ മദ്യം കുടിച്ച് 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 തലയ്ക്ക് ലഹരി പിടിച്ചാൽ ചിലപ്പോൾ വസ്ത്രം അങ്ങോട്ട് ഊർന്നു വീഴും അറിയാതെ കണ്ട്. ഇതുപോലെ ഒരു മഹായോഗിയായി കഴിഞ്ഞാൽ ശരീരം അങ്ങോട്ട് ഊർന്നു വീഴുക, ആ ജീവൻ ഭഗവാനിൽ അങ്ങനെ എത്തിച്ചേരുക. ഇങ്ങനത്തെ ഒരവസ്ഥയുണ്ട്. അതുകൊണ്ട് അമ്മേ യോഗം ശീലിക്കണം, ഒരു യോഗിയായി തീരണം എന്നാണ് ഭഗവാൻ പറഞ്ഞു കേൾപ്പിച്ചത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.